അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വേദിയിൽ ആദരണീയരായ ഉസ്താദുമാരെ, കൂട്ടുകാരെ, ഞാൻ ഇവിടെ വന്നത് ലോകാനുഗ്രഹി അഷ്റഫുൽ ഖൽഖ് ഇവിടെ ജന്മദിനം ആഘോഷിക്കാനാണ്. ഈ വേളയിൽ ആഹിറും ഒരു യാഥാർത്ഥ്യം എന്ന വിഷയത്തെ കുറിച്ച് അല്പം സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ തുടർച്ച നാഥനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ദുനിയാവിലെയും ആഖിറത്തിനെയും കുറിച്ച് അല്പം കാര്യങ്ങൾ നാം സംസാരിക്കാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് ലോകത്തെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. മാനവരാശിക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. യവര വിജയം എന്ന പരമോന്നത ലക്ഷ്യമാണ് അവിടെ നിന്ന് മുന്നോട്ട് വെച്ചത്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത വഖിനാ അദാബന്നാർ. ഈ പ്രാർത്ഥന ഐഹിക ലോകത്തെയും പ്രാർത്ഥിക ലോകത്തെയും ഉൾക്കൊള്ളുന്നു. ദുനിയാവിലും ആഖിറത്തിലും നന്മ നൽകണമേ റബ്ബേ എന്ന സത്യവിശ്വാസിയുടെ തേട്ടം വിശാലമായ അർത്ഥങ്ങളിൽ ഉൾക്കൊള്ളുന്നു. മനുഷ്യ ജീവിതത്തിന്റെ കേവലം ഒരു ഭൗതികം എന്നതിലുപരി പാരത്രികമായും ഒരു ലക്ഷ്യം കൂടിയുണ്ടെന്ന യാഥാർത്ഥ്യം അംഗീകരിക്കുമ്പോൾ മാത്രമേ ജീവിത ലക്ഷ്യം പരിപൂർണമാവുകയുള്ളൂ. കളിയും ചിരിയും തമാശയും സമ്പാദിക്കലും ബോബിക്കലുമായി കാലം കഴിച്ച ഒരു ദിവസം മയ്യത്തായി പോകേണ്ടവരല്ലേ മനുഷ്യൻ. യാഥാർത്ഥ്യം മരക്കി കൂടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് 1,00,000 പ്രവാചകന്മാരുടെ ലോകത്തേക്ക് വന്നത്. നിങ്ങളെ നാം വെറുത്തോ? സൃഷ്ടിച്ചതെന്നും എന്നിലേക്ക് മടക്കപ്പെടുകയല്ലെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. ആയിരത്തിലേക്കുള്ള വളരെ വ്യക്തമായി ചൂണ്ടുവലിയാണ് ഈ സുഗന്ധം. മനുഷ്യ നിന്നെ വെറുത്തോ? തമാശക്ക് സൃഷ്ടിച്ചതല്ല. വ്യക്തമായ പല ലക്ഷ്യങ്ങളും നിന്നെ സൃഷ്ടിപ്പിന് പിന്നാലുണ്ട്. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധി, ചിന്താശക്തി, വിവേകം നൽകിയത് നിനക്കാണ്. ഭൂമിയിലെ വിഭവങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള പ്രാധാന്യം ഏൽപ്പിക്കപ്പെട്ടതും നിന്നെയാണ്. സൗന്ദര്യവും ആകാരസൗഷ്ടവും ആകർഷണവും നൽകിയത് നിനക്കാണ്. ഇതെല്ലാം നീ ഉത്തരവാദിത്തോടെ നീ കൈകാര്യം ചെയ്യണം. നിന്റെ ബുദ്ധിയും ചിന്താശക്തിയും ഉപയോഗിച്ച് നിന്നെ സൃഷ്ടിച്ച നാഥനെയും അവന്റെ അനുഗ്രഹങ്ങളെയും നീ കണ്ടെത്തണം. ജീവിതത്തിലെ സർവ്വ നിമിഷങ്ങളിലും വിവേകത്തിന് പകരം വിവേകത്തോടെ പെരുമാറണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. Next on the stage, code number 354. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അവറുകളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാഹു തആല മനുഷ്യകുലത്തെ പടച്ചതിന് ശേഷം അവന്റെ സുഖകരമായ നടത്തിപ്പിന് വേണ്ടി ഭിന്നമായ ബന്ധങ്ങൾ സ്ഥാപിച്ചു. ഈ ബന്ധങ്ങളെ ഉടലെടുക്കുന്ന ബാധ്യതകൾ പൂർത്തീകരിക്കുന്നതിൽ വരുന്ന വീഴ്ചയാണ് വല്ലപ്പോഴും പല പ്രശ്നങ്ങൾക്കും കാരണമാവുന്നതന്നെ. ഈ ബന്ധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധമാണ് മാതാപിതാക്കൾ. അതുകൊണ്ട് മാതാപിതാക്കൾ എങ്കിൽ ആരെങ്കിലും മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്തിയാൽ അവൻ സൃഷ്ടാവിനെ തൃപ്തിപ്പെടുത്തിയതായിരിക്കുന്നു. ഇനി ആരെങ്കിലും മാതാപിതാക്കളെ ദേഷ്യപ്പെടുത്തിയാൽ അവൻ അള്ളാഹുവിനെ ദേഷ്യപ്പെടുത്തിയതായിരിക്കുന്നു. ഒരു മനുഷ്യൻ തിരുവനന്തപുരത്തെ സമീപിച്ച് പറഞ്ഞു, അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്യാനും ഹിജ്റ പോകാൻ ഞാൻ അങ്ങയോട് കരാർ ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിന്റെ മാതാപിതാക്കളിൽ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ? അഗതൻ പറഞ്ഞു, അതേ റസൂലേ, രണ്ടുപേരും ജീവിച്ചിരിപ്പുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് ചോദിച്ചു, നീ അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്യാനും ഹിജ്റ പോകാനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ നിന്റെ മാതാപിതാക്കളിൽ തന്നെ മടങ്ങുക, അവരുമായുള്ള സാഹസം നന്നാക്കുകയും ചെയ്യുക. സുഹൃത്തുക്കളെ, പ്രപഞ്ച സിദ്ധികളിൽ നിന്ന് വിധാനിച്ചിരിക്കുന്ന അനുഗ്രഹ സ്വരൂപങ്ങളിൽ വെച്ച് അതിപ്രധാന അനുഗ്രഹമാണ് മാതാപിതാക്കൾ. വിശ്വവിസ്മയത്തിന്റെ സ്നേഹനിധിയായ ഉമ്മയുടെ സ്നേഹം നമ്മുടെ വളർച്ചയിൽ അഭിവാചകമായി മാറിയത്. സ്നേഹത്താൽ ശക്തിയാൽ അബലയാണെങ്കിലും സ്നേഹത്താൽ ഉമ്മയേക്കാൾ ശക്തി ആർക്കുമില്ല. അവരുടെ യാഥാർത്ഥ്യത നമുക്ക് സ്വർഗ്ഗ ധനികളായി മാറുകയാണ്. അൽ ജന്നത
അപ്പോൾ പറഞ്ഞു ഉമ്മുക്ക, നിന്റെ ഉമ്മയോട്. പിന്നെ ചോദിച്ചപ്പോൾ പറഞ്ഞു അബൂക്ക, നിന്റെ ഉപ്പയോടാണെന്നാണ്. നമ്മുടെ നബി 3 പ്രാവശ്യം സ്വന്തം ഉമ്മയ്ക്ക് പ്രാധാന്യം നൽകി. 4ാമത്തെ പ്രാവശ്യമേ ഉപ്പയ്ക്ക് പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ പ്രസംഗം ഞാൻ നിർത്തുന്നു. വാഹിർ ദഅവാന അനിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.